കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത്. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. കാരണം കാണിക്കൽ നോട്ടീസിൽ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകണം. ഫെമ നിയമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇഡി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് കണ്ടെത്തൽ. 2019 9.72 പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബോണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇഡിയുടെ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്നും എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് ഇതുവരെ ഇഡി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയെ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. ഈ രാഷ്ട്രീയ കളിയാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജെപിക്കുള്ള പാദസേവ. അതിനൊത്ത് താളം പിടിക്കാനായിട്ട് യുഡിഎഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരണം നൽകേണ്ടത്. വിശദീകരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇഡി തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം കിഫ്ബി മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കും. മീഡിയ 1 കൊച്ചി.